നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണവും മരണപ്പെട്ട 2 വ്യാപാരി കുടുംബങ്ങൾക്കുള്ള 10 ലക്ഷം രൂപ സഹായ വിതരണവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതി പ്രകാരം താനൂർ പോലീസ് സ്റ്റേഷനിൽ സേഫ് ഫോട്ടോസ് ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ചതുർദശി തിഥിയിലും മൂലം പൂരാടം നക്ഷത്രയോഗത്തിലുമായി ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ ആചാര്യത്വത്തിൽ വേദശ്രാദ്ധ കർമ്മം നടന്നു. കോഴിവില വർധനയ്ക്ക് കാരണം പ്രത്യേക ലോബിയുടെ ഇടപെടലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ. കോഴിക്ക് കൃത്രിമമായ ക്ഷാമമുണ്ടാക്കി വലിയ ലോബി വിപണിയെ പിടിച്ചടക്കിയിരിക്കുകയാണെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം വെട്ട ന്യൂസിനോട് പറഞ്ഞു. നാടിന്റെ വികസനത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുത്തനത്താണി ഡിവിഷൻ മെമ്പർ വെട്ടം ആലിക്കോയ സംഘടിപ്പിച്ച വിഷൻ 2030 ജനകീയ സെമിനാർ ആവശ്യപ്പെട്ടു. ചമ്മറവട്ടം പാലത്തിൽ വാഹനാപകടം. പൊന്നാനിയിൽ നിന്നും ആലത്തിയൂർ ഭാഗത്തേക്ക് വരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വരുന്ന KSRTC ബസ്സിലും പുറകിൽ വന്നിരുന്ന സ്കൂട്ടറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടർച്ചയായി 10ാം തവണയും ഹൈസ്കൂൾ തല യക്ഷഗാന മത്സരത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ബൈത്തു സക്കാത്ത് കേരള 2026 ജനുവരി 20 മുതൽ ഫെബ്രുവരി 10 വരെ സക്കാത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കൂട്ടായി ലോക്ക് കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ പേരിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി UDF. പ്രതിഷേധ സൂചകമായി ചൊവ്വാഴ്ച മംഗളത്തങ്ങാടിയിൽ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും ബുധനാഴ്ച ഹർത്താലും നടത്തുവാൻ തീരുമാനിച്ചതായി UDF മംഗളം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ സമന്വയം K പുരം അനുസ്മരിച്ചു. വെട്ടം AHMLP സ്കൂളിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അക്ഷരസ്നേഹം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമർപ്പിച്ചു. കുട്ടികളിലും കൗമാരക്കാരിലും ഇന്റർനെറ്റ്, ഓൺലൈൻ ഗെയിമുകൾ എന്നിവയുടെ അമിതോപയോഗം തടയാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിക്കാനും മലപ്പുറം ജില്ലാ പോലീസ് തിരൂരിൽ ഏകദിന ശില്പശാല നടത്തി. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.